ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോയുമായിട്ടാണ്. പാഷൻ ഫ്രൂട്ട് കഴിക്കാത്ത, ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. നല്ല വള്ളിപ്പടർപ്പുകളായിട്ട് പടർന്ന് അതിൽ ധാരാളം ഫലങ്ങളുണ്ടാവും. ഇതിൻ്റെ കായ്കൾ പ്രധാനമായിട്ടും 2 കളറുകളിൽ കാണപ്പെടുന്നു. യെല്ലോ കളറിലും അതുപോലെ തന്നെ പർപ്പിൾ കളറിലുമാണ് കാണപ്പെടുന്നത്. പ്രത്യേകിച്ച് പരിചരണമൊന്നും കൊടുക്കാതെ തന്നെ നല്ല വെയിൽ ലഭിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഇത് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. ടെറസിന് മുകളിലൊക്കെ നമുക്ക് ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. വെയിലില്ലാത്ത ഭാഗത്താണെങ്കിൽ ധാരാളം വള്ളിപ്പടർപ്പുകളും ഉണ്ടാവുമെങ്കിലും ഇതിൽ കായ്കളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല. പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നതാണ് കാണാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളർത്തുമ്പോൾ കൂടുതലായിട്ടും സൺലൈറ്റ് ലഭിക്കുന്ന ഭാഗത്ത് തന്നെ ഈ ഒരു ചെടി വളർത്തുവാൻ ശ്രദ്ധിക്കാം. പ്രധാനമായിട്ടും 2 രീതിയിൽ നമുക്ക് ഇത് വളർത്തിയെടുക്കുവാൻ കഴിയും. വിത്തുകൾ പാകിയും അതുപോലെ തന്നെ തണ്ടുകൾ മുറിച്ചെടുത്ത് ഗ്രോ ബാഗിലൊക്കെ വളർത്തിയതിന് ശേഷം 2 പ്രായമാകുമ്പോൾ നമുക്ക് മണ്ണിലോട്ട് മാറ്റി നടാവുന്നതാണ്. ഈ ഒരു ഫ്രൂട്ടിന് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന 2 അസുഖങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ ഈ ഒരു പഴത്തിന് കഴിവുണ്ട്. തൈറോയിഡ് ഹോർമോൺ ബാലൻസ് ചെയ്ത് നിലനിർത്താൻ ഈ ഒരു പഴം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്കും ഈ ഒരു പഴം വളരെ നല്ലതാണ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാനും അതുപോലെ ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി നിലനിർത്തുവാനും ഈ ഒരു പഴത്തിന് കഴിവുണ്ട്. ഈ ഒരു പഴത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചർമ്മത്തിന് വളരെ നല്ലതാണ്. ഈ ഒരു പഴത്തിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തിക്കും വളരെ നല്ലതാണ്. ഇവ കൂടാതെ കാൽസ്യം, അയേൺ, ഫൈബർ എന്നിവയും ഫോസ്ഫറസ്, നിയാസിൻ തുടങ്ങിയവയൊക്കെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇവയിൽ ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ പഴം വളരെ നല്ലതാണ്. ഉദര രോഗങ്ങൾക്കൊക്കെ ഈ ഒരു പഴം കഴിക്കുന്നത് കൊണ്ട് വളരെ നല്ലതാണ്. രക്തക്കുഴലുകളിൽ അടങ്ങിയിരിക്കുന്ന ചീത്ത കൊളസ്ട്രോളുകളെയൊക്കെ നീക്കം ചെയ്യാൻ ഈ ഒരു പഴത്തിൻ്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും. വിത്തോടുകൂടി പാഷൻ ഫ്രൂട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ ശരീരത്തിൽ ധാരാളം ഫൈബർ ഗുണങ്ങൾ ഈ ഒരു ഫ്രൂട്ട് കൊണ്ട് ലഭിക്കുന്നു. ബ്ലഡ് പ്രഷർ നോർമലാക്കി നിലനിർത്തുവാനും ഈ ഒരു ഫലം നമ്മെ സഹായിക്കുന്നു. ഈ ഒരു പഴത്തിൽ പെക്റ്റിൻ പോലുള്ള നാരുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കുവാനും ഈ ഒരു പഴത്തിന് കഴിവുണ്ട്. ഈ ഒരു പഴത്തിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതിനാൽ പ്രമേഹ രോഗികളുടെ ഇൻസുലിൻ നിയന്ത്രിക്കുവാനും ഈ ഒരു പഴം കൊണ്ട് കഴിയുന്നു. ധാരാളം വിറ്റാമിൻസും ഈ ഒരു പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസിനെയൊക്കെ തടുത്തു നിർത്താൻ ഈ ഒരു പഴത്തിന് കഴിവുണ്ട്. ഈ ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന മാഗ്നീഷ്യം, കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം എന്നിവ നമ്മുടെ അസ്ഥിക്ഷയം പോലുള്ള അസുഖങ്ങളെ തടുത്തു നിർത്തുവാൻ സഹായിക്കുന്നു. അസ്ഥികൾക്ക് ബലവും നൽകുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾ പാഷൻ ഫ്രൂട്ടിനെ ഒരു നിസ്സാരനാക്കി തള്ളിക്കളയരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് കെയറിംഗ് ഒന്നും വേണ്ടെങ്കിലും നമുക്ക് ധാരാളം ഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വളങ്ങളൊക്കെ നൽകുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ജൈവ വളങ്ങളാണ് നമ്മൾ നൽകേണ്ടത്. മഴക്കാലത്താണ് വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഏറ്റവും കൂടുതൽ നല്ലത്. ഇതിൽ ധാരാളം വിത്തുകളുണ്ടാകും. ഇതുപോലുള്ള വിത്തുകൾ ശേഖരിച്ച് നമുക്ക് വിത്ത് പാകി പൊടിപ്പിച്ചെടുത്തിട്ട് അത് ഗ്രോ ബാഗിലൊക്കെ വളർത്തിയെടുത്തതിന് ശേഷം നമുക്ക് പൊട്ടിച്ചെടുത്ത് മറ്റൊരു എവിടെയാണോ നമുക്ക് വളർത്തേണ്ടത് അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും. ടെറസിന് മുകളിലൊക്കെ ആണെങ്കിൽ വലിയ പ്ലാസ്റ്റിക് കരി ബാഗിലൊക്കെ നമുക്ക് നിറച്ചിട്ട് മണ്ണ് നിറച്ചിട്ട് പോട്ടിംഗ് മിക്സ്, നല്ല ഒരു പോട്ടിംഗ് മിക്സ് തന്നെ എടുത്തിട്ട് അതിൽ ഈ ഒരു ചെടി നമുക്ക് വളർത്തിയെടുക്കുവാൻ കഴിയും. ഞാനിവിടെ മണ്ണും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മണലും കൂടിയിട്ടുള്ള ഒരു പൊട്ടിംഗ് മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ വിത്തുകൾ പാകി കൊടുക്കാം. 1 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് തൈകൾ വന്നു തുടങ്ങുന്നു. മുൻപേ ഞാൻ വിത്തുകൾ പാകി വളർത്തിയെടുത്ത തൈകൾ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക,
നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ ഇനാബിൾ ചെയ്ത് വെക്കണം. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നട്ടിരിക്കുന്ന തൈകൾ. ഇത് നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണോ വളർത്തേണ്ടത് അവിടെ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിന് മുകളിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ നല്ലൊരു പോട്ടിംഗ് മിക്സ് എടുത്തതിന് ശേഷം ഇത് മണ്ണിൽ വേരുകളൊക്കെ പിടിച്ച് കിട്ടുന്നത് വരെ നനച്ച് കൊടുക്കണം. വേനൽക്കാലമാണെങ്കിൽ നന്നായിട്ട് തന്നെ നനച്ച് കൊടുക്കുക. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ചൊരു കെയറിംഗ് ഒന്നും ആവശ്യമില്ല. ഇതിന് പടർത്തിയെടുക്കുവാൻ വേണ്ടി നെറ്റാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ഉപയോഗിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള നെറ്റുകൾ കെട്ടിയിട്ട് നമുക്ക് ഇത് പടർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ നെറ്റിൻ്റെ ഉള്ളിലൂടെ പഴങ്ങൾ താഴോട്ട് വരികയും ഈ വള്ളിപ്പടർപ്പുകൾ ഈ നെറ്റിന് മുകളിലായിട്ട് പടർന്ന് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ധാരാളം ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്